ഞാനിത് ലൈവ് വീഡിയോ ചെയ്യുന്നത് ട്രൂയിൻ മലയാളം ട്രൂയിൻ ന്യൂസ് മലയാളം മോൻ്റെ പേരൂരാ ചാനലിൻ്റെ ഫേസ്ബുക്കിൻ്റെ പേജ് ഞാൻ ഓർമ്മയിലെടുക്കാൻ ശ്രമിക്കാം. അതുകൂടി ഞാൻ മറന്നുപോയല്ലോ. സുഹൈൽ ഇത് ഈ ലൈവ് കാണാൻ വേണ്ടിയാണ്, കേൾക്കാൻ വേണ്ടിയാണ്. ട്രൂയിൻ മലയാളം എന്നാണോ മോനെ? ഞാൻ മറന്നുപോയതാ കേട്ടോ. എന്തായാലും മോൻ്റെ പേര് എനിക്കറിയാം, സുഹൈൽ എന്നാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ സുഹൈലിന് ഈ ലൈവ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് തരാം കേട്ടോ. അറിയാമായിരിക്കും സുഹൈലിനെ അല്ലേ? എൻ്റെ മിക്കപ്പോഴും എന്ന് വെച്ചാൽ 2 പ്രാവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ. ഇവിടെ വന്ന് എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുന്ന ഒരാളാണ്. നല്ല മാന്യമായ നല്ല മാന്യതയുള്ളൊരു ചെറുപ്പക്കാരൻ. അതുപോലെ തന്നെ നമ്മൾ ഇൻ്റർവ്യൂ എടുത്താൽ തന്നെ അദ്ദേഹം നമ്മളൊരു തുക പറയുമ്പോൾ അത് നമുക്ക് തരികയും അതിനുശേഷം ഒന്നുകിൽ ഇൻ്റർവ്യൂ എടുത്തതിന് ശേഷമായിരിക്കും അല്ലെങ്കിൽ അതിന് മുൻപായിരിക്കും ഞാൻ ചോദിക്കുന്ന ഒരു തുക എനിക്ക് തന്നിട്ടാണ് മിക്കപ്പോഴും സുഹൈൽ ഇൻ്റർവ്യൂ എടുക്കുന്നത്. അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നല്ലൊരു ചെറുപ്പക്കാരനാണ്. അപ്പം മോനോട് ഞാൻ പറയുകയാണ്, ഇത് എൻ്റെ കുറേ ചിത്രം വരച്ച ചിത്രങ്ങളാണിത്. കുറേ ചിത്രങ്ങളുണ്ട്. അപ്പോൾ ഞാനിതൊരു ചിത്ര പ്രദർശനം പോലെ ഇവിടെ ഇങ്ങനെ ചെയ്തു വയ്ക്കും. മോൻ്റെ വാർത്താ ചാനലിൽ അത് കൊടുത്തോളൂ. കാരണം ഈ ചിത്ര പ്രദർശനം കണ്ടും കേട്ടും ആളുകൾ വന്ന് അത് ഞാൻ കാശ് വെച്ചിട്ടാണ് ആ ചിത്ര പ്രദർശനം ചെയ്യുന്നത്. ക്യാഷ് വെച്ചിട്ട്, വെറുതെ അല്ല. അതിനൊരു തുക ഞാനിവിടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം അത് മോൻ പറ്റുമെങ്കിൽ ഞാൻ പറയാം, മോനെ വിളിക്കുന്നതാണ് വന്നിട്ട് അത് മോൻ്റെ ചാനലിലേക്ക് ഇടണം. അപ്പോൾ അത് മോനും ഉപകാരമാവും, എനിക്കും ഉപകാരമാവും. മനസ്സിലായോ? നമുക്ക് 2 കൂട്ടർക്കും അത് ഉപകാരമാവും. ഞാനിത് ഇന്നലെ ഇതൊരു ബുക്കാക്കാൻ വേണ്ടി, ഈ ചിത്രം വരച്ചത് ബുക്കാക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത ഒരു ജംഗ്ഷൻ ടൗണ് ഏനാത്ത് കൊണ്ടുപോയി. അവിടെ ഒരു ചെറിയൊരു പ്രസ്സുണ്ട്. അധികം പ്രശസ്തിയൊന്നും ഇല്ലാത്തൊരു പ്രസ്സാണ്, ബുക്ക് പ്രസ്. അവിടെ ബുക്കുകളൊക്കെ അച്ചടിക്കുന്നുണ്ടെന്നൊക്കെ ആരോ പറഞ്ഞറിഞ്ഞ് ഞാൻ ചെന്നതാണ്. പക്ഷേ എന്തോ അവരുടെ ആ മുഖഭാവങ്ങളും ഒക്കെ എന്നെ അരോചകപ്പെടുത്തുകയാണ് ഉണ്ടായത്. കാരണം അവർ എന്തോ എനിക്കങ്ങോട്ട് ഇഷ്ടമായില്ലെന്നല്ല. ആദ്യം ചെന്നപ്പോഴേ അതെനിക്ക് ഞാൻ കഥയും കവിതകളും ഒക്കെ എനിക്ക് ഒരു പുസ്തകം പോലെ ആക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ആദ്യം ആ പ്രസ്സിലേക്ക് ചെന്നത്. അപ്പോൾ അവരുടെ നോട്ടം ഭാവമൊക്കെ കണ്ടപ്പോൾ എനിക്ക് തന്നെ എന്തോ ഞാൻ അവിടേക്ക് പോകണ്ട എന്ന് എനിക്ക് തോന്നിയിരുന്നു. നമ്മളെ ബഹുമാനിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള ആളുകളുടെ അടുക്കിലേക്ക് മാത്രമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരാളുടെ അടുക്കിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. എന്നിരുന്നാലും ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഇന്നലെ മറ്റൊരാളുടെ കയ്യിൽ ഇത് കൊടുത്തു വിട്ടപ്പോൾ ആള് പറയുന്നത് അയാൾക്കത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഞാൻ എന്തെങ്കിലും ഒന്നും മനസ്സിൽ കരുതിയല്ല, അത് ക്ലിയർ ആയിരിക്കും, കറക്റ്റ് ആയിരിക്കും അത്. അപ്പം ആദ്യം പോയപ്പോഴേ അവിടെ ഉള്ള ആ ആളുടെ മുഖഭാവം കണ്ടപ്പോഴേ എൻ്റെ ഉള്ളു പറഞ്ഞു അവിടേക്ക് പോകരുത്, ചെല്ലരുത് എന്ന് പറഞ്ഞു.
വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി പോയി. ഞാനായിട്ടല്ല, മറ്റൊരാളുടെ കയ്യിൽ ഇത് കൊടുത്തു വിട്ട് ചിത്രം. അപ്പോഴവർ പറയുന്നത് അവർക്കത് പറ്റില്ല. അവർ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ് ആ രുദ്രാക്ഷമാലയൊക്കെ ഇട്ട ആളാണോ, അത് പറ്റില്ല എന്ന് പറഞ്ഞു, അയാൾക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴെനിക്ക് ക്ലിയറായി. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കാരണം അയാൾക്ക് കഴിവില്ല, അത് ചെയ്യാനുള്ള കഴിവില്ല ഒന്നത്. പിന്നെ മാത്രമല്ല, ഇതൊന്നും ചെയ്തെടുക്കാനുള്ള ഒരു നല്ലൊരു പ്രസ്സും അല്ല അതെന്ന് എനിക്ക് തോന്നി. അത്ര വലിയ പേരോ പ്രശസ്തിയൊന്നും ഇല്ലാത്തൊരു പ്രസ്സാണ്. അതിനകത്താണത്. പക്ഷെ ഇത് ഏറ്റവും സിമ്പിളായിട്ടൊരു കാര്യമാണ്. ഇതൊരു പുസ്തകം പോലെ ആക്കിയാൽ മതി. നമ്മളിൽ എഞ്ചുവടിയൊക്കെ ഇല്ലേ, പണ്ടത്തെ എഞ്ചുവടി, പടം വരയ്ക്കുന്ന ഇതുപോലെ താണ്ട് ഇത്രയും കോളത്തിലാക്കി ഓരോ ചിത്രങ്ങളും ഇത്രയും കോളം പോലാക്കി. ഏറ്റവും പാട് കുറവാണ്. DTP എടുത്ത് അതിനൊക്കെ നമ്മൾ പൈസ കൊടുക്കും. അവർ ചോദിക്കുന്ന കാശ് ഞാൻ കൊടുക്കുമായിരുന്നു. പക്ഷെ അയാൾക്കത് പറ്റില്ലെന്ന് പറയുമ്പോൾ നമ്മൾ നിർബന്ധിപ്പിക്കാൻ പറ്റുമോ? മാത്രമല്ല, അങ്ങനെയുള്ളിടത്തോട്ട് എനിക്ക് കൂടുതൽ സഹവസിക്കാനും സഹകരണം കൊണ്ടുപോകാനും എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കോളം പോലെയാക്കി അതൊരു ബുക്കാക്കിയാൽ മതി. ആ ബുക്കാക്കിയാൽ ആ പ്രസ്സും ലോകം മുഴുവൻ അറിയപ്പെടുമായിരുന്നു. നല്ല പേരും പ്രശസ്തിയിലേക്കൊക്കെ പോകുമായിരുന്നു, നന്നായിട്ട് പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ കൊന്നുകൾ എന്നെ ഭയമായിരിക്കും, അല്ലെങ്കിൽ ആ രുദ്രാക്ഷമാലയെ ഭയമായിരിക്കും. പലർക്കും എൻ്റെ കഴുത്തിൽ കിടക്കുന്ന രുദ്രാക്ഷമാലയെ ഭയങ്കര ഭയമാണ്. അത് എന്തിനാണ് ഭയക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എപ്പോഴും പലരും എൻ്റെ കഴുത്തിലെ രുദ്രാക്ഷമാല, അതിന് ഭയമാണ് പലർക്കും. ആണിനും പെണ്ണിനും എല്ലാം ഭയമാണ്. മനുഷ്യന്റെ ജീവിതം എന്ന് വെച്ചാൽ ഒരല്പനേരമേ ഉള്ളൂ. അപ്പൊ ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഇത്തരം മാലകളെ ഒന്നും ഭയക്കരുത്. മാലകളെ ഭയക്കരുത്, വസ്ത്രത്തെ ഭയക്കരുത്. എൻ്റെ വസ്ത്രത്തെ എല്ലാവർക്കും ഭയമാണ്. ഞാൻ ധരിക്കുന്ന കാവ്യ വസ്ത്രത്തെ ഭയമാണ്. ഞാൻ ധരിക്കുന്ന രുദ്രാക്ഷമാലയെ ഭയമാണ്. എൻ്റെ വാക്കുകളെ ഭയമാണ്. എല്ലാവർക്കും ഭയമാണ്. എനിക്കറിയില്ല എന്തിനാ മനുഷ്യൻ ഇങ്ങനെ ഭയക്കുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ശുദ്ധഭാവമാണ്. അപ്പോൾ ആ ചെന്നവരോട് പറഞ്ഞെന്ന ആ രുദ്രാക്ഷമാലയൊക്കെ ഇട്ട ആളാണോ, പറ്റില്ല എന്ന് പറഞ്ഞു. അത്രയും നല്ലത്. അയാളുടെ ഉള്ളിലുള്ളത് വിളിച്ചു പറഞ്ഞല്ലോ. ഇനി ഞാൻ അല്ലെങ്കിൽ പിന്നെ പ്രസ്സുണ്ട്, ഒരുപാട് പ്രസ്സുണ്ട്. പക്ഷേ എനിക്ക് യാത്രാ സൗകര്യം, എനിക്ക് ദൂരെ വരെ പോകാൻ പറ്റാത്തത് കൊണ്ട്, അല്ലെങ്കിൽ കോട്ടയത്തൊക്കെ നല്ല പ്രസ്സുകളുണ്ട്. പണ്ട് എൻ്റെ പുസ്തകം അച്ചടിച്ചത് കോട്ടയത്താണ്. എനിക്കറിയാവുന്ന ഒരാൾ ആണ് എനിക്ക് ആ പുസ്തകം അച്ചടിക്കാൻ വേണ്ടിയുള്ള പ്രസ്സും കാര്യങ്ങളും എല്ലാം, എൻ്റെ പുസ്തകങ്ങളെല്ലാം അച്ചടിച്ച് തന്നത് അവിടെ നിന്നാണ്. പക്ഷെ ആരുടെ നമ്പർ ഇപ്പോൾ ഇല്ല, അവരുടെ അഡ്രസ്സ് ഇല്ല, നമ്പരില്ല, ഒന്നുമില്ല. അവരുമായിട്ടൊന്നും ഞാനൊരു ബന്ധമില്ല, ബന്ധം പുലർത്തുന്നില്ല. കാരണം എഴുത്തിൻ്റെ ലോകത്തു നിന്നല്ലേ ഞാനങ്ങ് വിട്ടകന്നല്ലോ. അതെല്ലാം ഞാനിപ്പം ഈ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിൻ്റെ കമ്മ്യൂണിറ്റിയിലുമാണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. എൻ്റെ എല്ലാ എഴുത്തുകളും ഞാൻ എൻ്റെ ഒന്നുകിൽ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾക്ക് കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ മലയാള മനോരമ, മംഗളം, വീക്കിലികൾ അതിനയച്ചു കൊടുക്കുമായിരുന്നു. അവരൊക്കെ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മംഗളം വീക്കിലികളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ കഥാമാസിക, പിന്നെ അല്ലാതുള്ള ചെറിയ ചെറിയ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളെ, പ്രസിദ്ധമല്ലാത്ത, അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ ആ എഴുത്തുകൾ അതിലിട്ടിട്ടുമുണ്ട്. എൻ്റെ കവിതകൾ, കഥകൾ അതൊക്കെ എഴുതിയിട്ടിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ അങ്ങനെ എഴുതാറില്ല. എല്ലാം പറച്ചിലുകളാണ്.
ഉള്ളിൽ നിന്നും വരുന്ന കാര്യങ്ങളൊക്കെ എഴുതേണ്ട കാര്യങ്ങളെല്ലാം പറയുകയാണ് ചെയ്യുന്നത്. പിന്നെ ചിലപ്പോഴേ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ എഴുതിയിടും. എഴുതാനായിട്ട് പറ്റുന്നില്ല. പഴയതുപോലെ എനിക്ക് ആവേശം കിട്ടുന്നില്ല എഴുതാൻ. എന്നിരുന്നാലും എനിക്ക് പറ്റുന്നില്ലെങ്കിലും ഞാൻ കമ്മ്യൂണിറ്റിയിൽ എഴുതിയിടും, വയ്യാമെങ്കിലും എഴുതിയിടും. അപ്പോൾ ഒരു നല്ലൊരു പ്രസ് ഈ അടുത്ത ഏരിയയിലൊന്നും ഇല്ലാത്തത് കാരണത്താൽ ഞാനിത് പുസ്തകം അച്ചടിക്കാതെ തന്നെ എൻ്റെ എഴുത്തുകളും എൻ്റെ ചിത്രങ്ങളുമെല്ലാം ഞാൻ ഇവിടെ തന്നെ പ്രസിദ്ധീകരിക്കും. ഇവിടെ തന്നെ പ്രദർശനം ചെയ്യുന്നു. ഇവിടെ തന്നെ പ്രദർശനം ചെയ്തിട്ട് അത് ഞാൻ വാർത്താ ചാനലുകളെ വിളിച്ചിട്ട് പബ്ലിസിറ്റി ചെയ്യുന്നു. ആ പബ്ലിസിറ്റി ചെയ്യുന്നുണ്ട്, അത് അറിഞ്ഞും കേട്ടും ആളുകൾ വരുന്നു. അതിലൂടെ എനിക്ക് വരുമാന മാർഗമാണ് ഉദ്ദേശിക്കുന്നത്. പണ്ടും അങ്ങനെ എൻ്റെ പുസ്തകങ്ങളെ വിറ്റായിരുന്നു. എൻ്റെ പുസ്തകങ്ങൾക്ക് ഇത്ര രൂപ ഞാൻ പറയും, വില വയ്ക്കും. കുറച്ച് പുസ്തകങ്ങളൊക്കെ വിറ്റു. അപ്പോൾ ഇതും അതുപോലെ ഇതൊക്കെ പഠിക്കാനൊക്കെ ആളുകളൊക്കെ എൻ്റെ അരികിൽ വരുമായിരുന്നു, ചിത്രങ്ങളൊക്കെ വരയ്ക്കാനും പഠിക്കാനും ഒക്കെ. അപ്പോൾ പഴയതുപോലെ യൂട്യൂബിൽ നിന്ന് മാത്രമുള്ള വരുമാനം നമുക്കൊന്നും തികയില്ല. അപ്പോൾ നമ്മുടെ ചിത്രങ്ങളെ, എഴുത്തുകളെ, ചിത്രങ്ങൾ വരച്ച് അതിലൂടെ കിട്ടുന്ന ഒരു വരുമാന മാർഗം, പിന്നെ എഴുത്തിൽ നിന്നും ഉണ്ടാകുന്ന വരുമാന മാർഗം, അതൊക്കെയാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പോൾ യൂട്യൂബിലിട്ടാൽ എഴുത്തിന് നമുക്ക് വരുമാനം കിട്ടില്ല. ആളുകളൊക്കെ വെറുതെ വന്ന് വായിച്ച്, ഇപ്പോൾ ഫേസ്ബുക്കിലായാൽ തന്നെ ഞാനൊരു എഴുതിയിട്ടാൽ അത് എഴുത്താണ്, എൻ്റെ ഉള്ളിൽ നിന്ന് ഊറി ഊറി വരുന്ന വാക്കുകളാണ് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത കുറേ വിഡ്ഢികളായ മനുഷ്യർ അതിൻ്റെ കീഴിൽ വന്ന് എന്തൊക്കെയോ എഴുതിയിടും. എൻ്റെ ഉള്ളിലെ കാര്യങ്ങളാണ് ഞാൻ അവിടെ എഴുതുന്നത്. എൻ്റെ കവിതകൾ, കഥകളൊക്കെയാണ് ഞാൻ അവിടെ എഴുതിയിടുന്നത്. എൻ്റെ തത്വചിന്തകൾ അങ്ങനെയൊക്കെ ഉള്ളതാണ്. പക്ഷെ അതാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ആ വായിക്കുന്നവർക്കും ഉണ്ടാകണം, അല്ലേ? അപ്പോൾ പലരും അത് തോന്നിയതുപോലെ അവരുടെ ചിന്തയിൽ ഓരോ തോന്നിവാസങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ച് അതിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് വൃത്തികെട്ട കമൻറ്റുകളെല്ലാം എഴുതി വയ്ക്കും. അപ്പോൾ അതിന് എനിക്ക് ഇഷ്ടമാവുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഒരു പുസ്തകങ്ങൾ ഇങ്ങനെ എഴുതണമെന്ന് ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ പുസ്തകം എഴുതാൻ വേണ്ടി ആ പ്രസ് കൊണ്ടുകൊടുത്തപ്പോഴും അദ്ദേഹം ഇറിറ്റേറ്റ് പ്രകടിപ്പിച്ചു. അപ്പോൾ എനിക്കും അതേ ഇറിറ്റേറ്റ് ഉണ്ടാവില്ലേ? അവരുടെ അടുത്ത് നമ്മളെ മാനിക്കാത്ത ആളിൻ്റെ മുന്നിലേക്ക് വീണ്ടും വീണ്ടും നമ്മളെന്തിനു ചെല്ലണം? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനൊരു ആത്മാഭിമാനിയാണ്, ഭയങ്കര ഈഗോധാരിയാണ്, നല്ല ഈഗോ ഉണ്ട് എനിക്ക്. എന്നെ മാനിക്കാത്തവരുടെ മുന്നിൽ ഞാൻ പോയില്ല. മാത്രമല്ല, എൻ്റെ ഇത്തരത്തിലുള്ള കഥയും കവിതകളും ഈ ചിത്രങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രസ് ഉണ്ടെങ്കിൽ അവർക്ക് വലിയ സാമ്പത്തികമായിട്ട് അവർക്ക് നേട്ടങ്ങളേ ഉണ്ടാവുള്ളൂ. എങ്ങനെയാണ് നേട്ടം ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ, ഇന്ന പ്രസ്സിലാണ് ഞാൻ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചത് എന്ന് എൻ്റെ ചാനലിലൂടെയൊക്കെ പറഞ്ഞു വയ്ക്കുമ്പോൾ ഈ എഴുത്തിനെയും ചിത്രത്തിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർ ആ പ്രസ്സിലേക്ക് പോകും. അങ്ങനെ അവിടെ വരുമാനം ഉണ്ടാവും. നമ്മൾ എന്തിനാണ് ഒരു പ്രസ്സൊക്കെ ഉണ്ടാക്കിയിട്ടേക്കുന്നത്? നമുക്ക് വരുമാന മാർഗത്തിനല്ലേ, അല്ലേ? 10 പൈസ അതിലൂടെ വരുമാനം ഉണ്ടാക്കണം. അതിനുവേണ്ടിയല്ലേ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഇതുപോലെ ചിത്രങ്ങള്, ശില്പങ്ങളെ, പിന്നെ എഴുത്തുകളൊക്കെ പ്രസിദ്ധീകരിക്കുന്ന പ്രസ്സുകൾക്ക് നല്ലതേ ഉണ്ടാവുള്ളൂ, പേരും പ്രശസ്തിയും ഉണ്ടാവും. അതെനിക്ക് ഉറപ്പാണ്, അതെനിക്ക് 100% ഉറപ്പാണ്. പക്ഷെ അവിടേക്ക് പോയപ്പോൾ എനിക്ക് നല്ലൊരു അനുഭവമല്ല ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനി അവിടേക്ക് പോകുന്നില്ല എന്ന് ഞാൻ കരുതി. അതുകൊണ്ട് തന്നെ ഞാൻ ചെന്ന് അതിങ്ങ് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാൻ 2 പ്രാവശ്യം കണ്ട് അവരെ വിളിച്ചു. 2-3 പ്രാവശ്യം കണ്ട് വിളിച്ചപ്പോഴും ഫോൺ അറ്റൻഡ് ചെയ്തില്ല.
അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ വിളിക്കരുത്, നമ്മൾ വിളിച്ച് നാണം കിടരുത്. നിങ്ങളായാലും 1-2 പ്രാവശ്യമൊക്കെ നമ്മൾ ഒരാളെ വിളിക്കണം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വിളിക്കരുത്. വിളിച്ച് നമ്മൾ സ്വയം നാണം കിടാൻ വേണ്ടി നിൽക്കരുത്. നമ്മൾ പിന്നെ നാണം കിടാൻ വേണ്ടി പിന്നെ നമ്മൾ നാണം കിടുകയാണ്. നമ്മുടെ അഭിമാനം, നമ്മുടെ ആത്മാഭിമാനം ആർക്കു മുന്നിലും പണയം വെക്കരുത് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ആത്മാഭിമാനം ആർക്കു മുന്നിലും പണയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആർക്കു മുന്നിലും അടിമയാകുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ അവർ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സ്വയം പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതായത്. ഫോൺ അറ്റൻഡ് ചെയ്തില്ല മാത്രമല്ല, പിന്നെ അവർക്കല്ലെങ്കിൽ മറ്റേ ആളുടെ കയ്യിൽ ഇത് കൊടുക്കുക, അത് ശരിയാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മറ്റേ ആളുടെ കയ്യിൽ നിന്ന് ഇങ്ങ് കൊടുത്തു വിടാമായിരുന്നു. അവരത് കൊടുത്തും വിട്ടില്ല, അത് വാങ്ങിച്ചവിടെ വെച്ചേക്കുക. എന്നാൽ അവർ പറയണ്ട, ഒരു സാമാന്യ മര്യാദയില്ലേ, പറയണ്ടേ ഇത് നമുക്ക് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ചെന്ന ആളിൻ്റെ കയ്യിൽ ഇങ്ങ് കൊടുത്തു വിടണ്ടേ. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങ് കൊടുത്തു വിടണ്ടേ. അവരതും വാങ്ങിച്ചങ്ങ് വെച്ചേക്കുക. എന്നിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യുന്നതും ഇല്ല. ഞാൻ പിന്നെ നാണം കെട്ട് വിളിക്കേണ്ടിയിരിക്കും. അങ്ങനെ എനിക്ക് നാണം കെടാനൊന്നും വയ്യടോ. അതുകൊണ്ട് ഞാൻ ഇതിങ്ങ് വാങ്ങിപ്പിച്ചു. എനിക്ക് പുസ്തകം അച്ചടിക്കണം. അപ്പം ഇനി അച്ചടി നടക്കില്ല. അല്ലെങ്കിൽ പിന്നെ കോട്ടയത്തൊക്കെ പോകണം, സഞ്ചാരം. ഇപ്പം ഈ സമയത്ത് എനിക്ക് കോട്ടയത്തൊന്നും പോകാനും പറ്റില്ല. അപ്പോൾ 70 34 766 363 ആ നമ്പറിൽ ഏതെങ്കിലും പ്രസ്സുകാരുണ്ടെങ്കിൽ ഈ പുസ്തകങ്ങൾ അച്ചടിക്കുന്നത്, ചിത്രങ്ങൾ അച്ചടിക്കുന്നത് ബുക്ക് പോലെ ആക്കണം. നമ്മൾ ഇത് സിമ്പിൾ കാര്യമേ ഉള്ളൂ. നമ്മൾ പുസ്തകം അച്ചടിച്ചിറക്കിയില്ലേ, എഴുത്തുകൾ, അതേപോലെ തന്നെ ഇത് ഈ ചിത്രങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് അത് അത് അച്ചടിക്കുക, അത്രയേ ഉള്ളൂ. ഇതെല്ലാം ആദ്യം വീട്ടിൽ പോലെ അങ്ങോട്ട് എടുക്കുക. എന്തായാലും ഞാൻ പൈസയല്ലേ കൊടുക്കുന്നത്, വെറുതെ ഒന്നുമല്ല, കാശല്ലേ. ഇതൊക്കെ അങ്ങോട്ട് DTP ചെയ്യണം. DTP ചെയ്തിട്ട് ഇതൊക്കെ കൊണ്ട് DTP ചെയ്തിട്ട്, DTP മീൻസ് എന്താ പറയാന, DTP എന്നല്ല, DTP എന്നാണോ പറയുന്നത്? ഞാനങ്ങ് മറന്നുപോയി. ആ മിഷൻ ഉണ്ടല്ലോ, ഇതങ്ങോട്ട് കയറ്റി വെച്ചിട്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാതെ പോവാത്. ഇവിടെ ഇതിപ്പോൾ ഇത്രയും ആളുകളുണ്ട്, വലിയ അറിവുള്ളവരാണെന്ന് പറഞ്ഞ് നടക്കുന്നവരാ. അതായത് എനിക്കിതൊക്കെ അറിയാമായിരുന്നു, ഞാനങ്ങ് മറന്നുപോയതുകൊണ്ടാണ്. ഈ പേപ്പറ് ഒരു മിഷനിലോട്ട് കയറ്റി വയ്ക്കുമ്പോഴേ അതവിടെ പതിഞ്ഞ് കിട്ടും. ആ മിഷൻ എന്താണ് പേര് പറയുന്നത്? ഞാൻ എൻ്റെ വർക്ക് ചെയ്തിട്ടുള്ള ആളെ ഇപ്പം അത് മറന്നുപോയി. ആർക്കെങ്കിലും അറിയാവോ? ചിത്രങ്ങൾ സ്കാൻ ചെയ്ത് പ്രിന്റ് ചെയ്ത് ബുക്കാക്കുക. ശ്രീകുമാർ. അതെ, ചിത്രങ്ങൾ സ്കാൻ ചെയ്ത് പ്രിന്റ് ചെയ്ത് ബുക്കാക്കുക, അതാണ് ശ്രീകുമാറെ. അതിന് പറ്റിയൊരു പ്രിന്റ് ചെയ്യുന്ന ഒരു സ്ഥലം ഇവിടെ ഇല്ല. മുഹമ്മദ് റഫീഖ്. സ്കാൻ എന്ന് തന്നെയാണോ പറയുന്നത് മോനെ? ഞാൻ അതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ എനിക്കിത് പെട്ടെന്ന് അങ്ങോട്ട് കിട്ടുന്നില്ല. അതിൻ്റെയൊക്കെ പേര് വേഗത്തിൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പം അത് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ പറഞ്ഞോളൂ, എന്തായാലും ഞാൻ കാശ് കൊടുക്കും. ഇനി അതിനൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങും എൻ്റെ ഒരു പ്രസ്സിലും കൊണ്ട് കൊടുക്കാതെ തന്നെ
ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ എഴുത്തുകളും എൻ്റെ ചിത്രങ്ങളും എല്ലാം പ്രദർശിപ്പിക്കും. എൻ്റെ എഴുത്തുകളെ, ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വയ്ക്കും. എഴുതി വെച്ചിട്ട് ഇതിവിടെ തന്നെ ഞാനിങ്ങനെ വെച്ച് അതിലൂടെ ഇവിടെ വരുന്നവരിൽ നിന്നും അതിവിടെ വരുന്നവർ ഒരു ലൈബ്രറി പോലെ ഇവിടെ ഇരുന്ന ആളുകൾ വായിക്കാൻ വേണ്ടി ലൈബ്രറി ഹാള് പോലെ ഇവിടെ ഒന്നുണ്ടാക്കും. അത് കൊള്ളാം. ലൈബ്രറി എൻ്റെ എഴുത്തുകളെ ഞാൻ എഴുതി അതുകൊണ്ടാണ് DTP ചെയ്ത് DTP സ്കാൻ വേറെ DTP വേറെ. DTP എന്ന് പറയുമ്പോഴിങ്ങനെ ചേച്ചി ഇതെല്ലാം ഫ്രെയിം ചെയ്തു ഒരു ചിത്ര പ്രദർശനം ചെയ്തുകൂടെ മുഹമ്മദ്? അതേ കുട്ട, ചിത്ര പ്രദർശനം ചെയ്യാനാണ്, അതെൻ്റെ വീട്ടിൽ തന്നെ ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ തന്നെ വെച്ച് ഈ ഹാളില് ചിത്രങ്ങളെല്ലാം നിരത്തി വെച്ച് അതിനാണ് ഞാൻ സുഹൈലിനെ ഈ ലൈവിലൂടെ സുഹൈലിനോട് ഞാൻ പറയാണ്, സുഹൈൽ വരുന്നുണ്ടെങ്കിൽ അത് വന്ന് പബ്ലിസിറ്റി ചെയ്യും. സുഹൈലിൻ്റെ ചാനലിൽ ഞാനത് കൊടുക്കും, എൻ്റെ ചാനലിലും അത് കൊടുക്കും, സുഹൈലിൻ്റെ ചാനലിലും കൊടുക്കും. അപ്പോൾ അദ്ദേഹത്തിനും അതിലൂടെ ആ ചാനൽ റീച്ച് കിട്ടും, എനിക്കും റീച്ച് കിട്ടും. അതിന് എനിക്കൊരു നല്ലൊരു ഇതായിട്ട് പോകുന്നത് ഇപ്പോൾ നിലവിൽ സുഹൈൽ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ അടുത്ത ഏരിയയിൽ ഒരാളുണ്ട്, ആ ആളും നല്ല ആളാണ്, വേറെ ആരുമല്ല, കൊട്ടാരക്കര ന്യൂസ്. എന്താ മോൻ്റെ പേരെന്തോ? കൊട്ടാരക്കര ലൈവോ കൊട്ടാരക്കര ന്യൂസോ, ആ ആളുടെ പേരെന്തുവാ അറിയാമോ നിങ്ങൾക്ക്? ആളിനെ, ആ ആളെ ഞാനൊന്ന് വിളിക്കും. അന്ന് ആ മോനൊക്കെ എൻ്റെ വാർത്തകൾ കേട്ടറിഞ്ഞ് വന്നവരാണ്. ഇവരെ ആരെയും ഞാൻ വിളിച്ചിട്ട് വന്നവരായിരുന്നില്ല. ഇതുപോലെയുള്ള വാർത്തകൾ കേട്ടിട്ട് എൻ്റെ മീഡിയയിൽ കൂടി മാധ്യമത്തിലൂടെയൊക്കെ ആ വാർത്തകൾ കേട്ടറിഞ്ഞ് വന്നവരായിരുന്നു ഇവരൊക്കെ തന്നെ. ഇനി ഞാൻ അവർക്ക് അങ്ങോട്ട് വാർത്തകൾ കൊടുക്കും, എല്ലാവർക്കും ഇനി ഞാൻ അങ്ങോട്ട് വാർത്തകൾ കൊടുക്കും. എൻ്റെ എഴുത്തുകളെ പ്രസിദ്ധീകരണമാക്കുമ്പോഴേ, എൻ്റെ ലൈബ്രറി ഇവിടെ വരുമ്പോഴേ, എൻ്റെ ചിത്ര പ്രദർശനം ഇവിടെ നടത്തുമ്പോഴെല്ലാം അങ്ങോട്ട് വാർത്തകൾ കൊടുക്കും. കൊട്ടാരക്കര ലൈവ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ ആ ചെറുപ്പക്കാരനെ കൊട്ടാരക്കരയിലെ വാർത്ത ചെയ്യുന്നത്? ഷിജു എന്നല്ലേ പേര്? ഷിജുവിൻ്റെ പേര് വരെ ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് ആർക്കും അറിയില്ല കൊട്ടാരക്കര ലൈവ് എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഇടുന്ന ആളെ? എൻ്റെ വാർത്ത, എൻ്റെ വീഡിയോസ് അവിടെ എന്നെ വന്ന് ഇൻ്റർവ്യൂ ചെയ്ത ആളാണ്. എനിക്കിഷ്ടമില്ലാത്തവരെ മുഴുവൻ ഞാൻ ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുവാണ് കേട്ടോ. എനിക്ക് താല്പര്യമില്ലാത്തവരെയൊക്കെ ഡിലീറ്റ് ചെയ്യുക, പലരുടെയും കമൻസുകൾ. ഒരാളെ ബാൻ ചെയ്തു. അപ്പോൾ ഇതാണ് സുഹൈൽ കണ്ണ.
ഇതാണ് എൻ്റെ ചിത്രങ്ങൾ. അപ്പോൾ ഞാനിവിടെ പ്രദർശനം ചെയ്യുകയും പ്രദർശിപ്പിക്കും. സുഗൈലിൻ്റെ ചാനൽ വന്ന തൊപ്പിയെടുക്കുക. ഈ നാറി എനിക്ക് കണ്ടുകൂടാ. ബേബി എന്ന് പറയുന്ന ഈ നാറി തേണ്ടി അവർക്ക് വീടും കൂടും ഒന്നുമില്ലേ? ഈ നാറിക്ക് സത്യം പറഞ്ഞ ഒരു നാണോമാനവും ഇല്ല. എത്ര എൻ്റെ വായിൽ നിന്ന് തെറി കേട്ടാലും നാണോമാനം ഇല്ലാതെ വലിഞ്ഞു കയറി വരും. അയാൾക്ക് ഭാര്യയുണ്ടോ? അയാൾക്ക് വീടുണ്ടോ? കുടുംബമുണ്ടോ? അയാളെന്താ അയാളുടെ ഭാര്യയും മക്കളെയൊക്കെ നോക്കാത്തത്? ഭാര്യയും മക്കളെയൊക്കെ നോക്കി കഴിയാൻ പറ്റാത്ത ഇത്തരം ആണുങ്ങളൊക്കെ വേറെ പെണ്ണുങ്ങളുടെ ലൈവിൽ വന്ന് ഇങ്ങനെ ഓരോ കന്നത്തരം എഴുതി വെച്ച് ഇങ്ങനെ നിൽക്കും. എനിക്കിഷ്ടമല്ല അത്തരമുള്ള ആണുങ്ങളെ. സുൽത്താന് വയ്യ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞതാ ബാക്കിയുള്ളവരെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്. ഇയാളുടെ കയ്യിൽ ഞാൻ പൈസ പോലും ചോദിച്ചില്ല. എന്നിട്ട് അയാൾ പറഞ്ഞ ബാക്കിയുള്ളവരെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ആളാ ഇയാൾ. പിന്നെ എന്തിനാ എൻ്റെ അടുക്കളേക്ക് ഇങ്ങനെ കയറി കയറി വരുന്നെന്ന് അറിയും. നിന്റെ വീട്ടിലേക്ക് ഞാൻ വരുന്നുണ്ടോ? നീ ഒരു ലൈവ് ഇട്. ഞാനെന്ന പെണ്ണ് നിന്റെ അടുക്കളേക്ക് വരില്ല. ആണാണെങ്കിൽ ഇത്തിരിയെങ്കിലും ഒരു നാണോമാനം വേണം. മനസ്സിലായോ? ഹായ്, സുഖമാണോ നാഗ? സുൽത്താൻ എവിടെ വീണതാണ്? സുഖമാണ്. അന്വേഷണം അറിയിക്കുക. രാജു എം. അദ്ദേഹത്തിൻ്റെ ഒരു ചാനലുണ്ട്. അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തോട് സുഖവിവരമൊക്കെ അന്വേഷിച്ചാൽ അദ്ദേഹത്തിന് അത് കൂടുതൽ സന്തോഷമാവും. ഒരാൾ വയ്യാണ്ട് കിടക്കുമ്പോൾ ആ ആളെ കാണാൻ ചെല്ലുമ്പോഴാണ് ആ ആൾക്ക് കൂടുതൽ സന്തോഷമാവുന്നത്. അല്ലാതെ എൻ്റെ അടുക്കൽ വന്ന് നിങ്ങൾ ചോദിച്ചാൽ ആ ആൾക്ക് സന്തോഷം കിട്ടില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പം ഞാനിപ്പോൾ സുഖമില്ലാതെ കിടക്കുകയാണെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ എൻ്റെ അരികിലേക്ക് നേരിട്ട് വന്ന് സുഖവിവരം ചോദിക്കുമ്പോഴാണ് എനിക്കൊരു സന്തോഷം കിട്ടുന്നത്. അതല്ലാതെ എൻ്റെ കാര്യങ്ങൾ നിങ്ങൾ മറ്റൊരാളോട് ചോദിച്ചാലോ? അത് ശരിയല്ല. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ടല്ല കേട്ടോ, ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യം പറയാം. ഉദാഹരണം തന്നെ, നിങ്ങളിപ്പോൾ വീണ് കിടക്കുന്ന ഒരാളാണെന്ന് കരുതുക. വയ്യാണ്ട് കിടക്കുകയാണെന്ന് കരുതുക. ആ വയ്യാതെ കിടക്കുമ്പോൾ നിങ്ങളുടെ വയ്യാതെ കിടക്കുന്ന നിങ്ങളുടെ അടുക്കിലേക്ക് എത്ര ആളുകൾ അന്വേഷിച്ച് വരുന്നു, എത്ര പേര് നിങ്ങളെ സുഖമാണോ എന്ന് അന്വേഷിച്ച് വരുന്നു എന്ന് നിങ്ങൾ നോക്കണം. അതല്ലാതെ വയ്യാണ്ട് കിടക്കുന്ന സമയത്ത് നിങ്ങളെ അന്വേഷിക്കാതെ, നിങ്ങളെ അന്വേഷിക്കുന്നു എന്ന, നിങ്ങളെ വയ്യാതെ കിടക്കുന്ന ഒരാളാവുമ്പോൾ നിങ്ങൾ അവരെ അന്വേഷിക്കത്തില്ല. എന്നിട്ട് വേറെ പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സുഖം ഇല്ലാത്ത ആളുടെ അടുക്കിലേക്കല്ല പോകുന്നത്, മറിച്ച് യാതൊരു അസുഖവും ഇല്ലാത്ത ആളുടെ അടുത്ത് ചെന്ന് ചോദിച്ച് അവരുടെ പ്രീതി പിടിച്ചു പറ്റാൻ ശ്രമിക്കും. അത് റെഡിയായ കാര്യമല്ല. ആരാണോ വയ്യാതെ കിടക്കുന്നത് നേരിട്ട് അവരോട് ചെന്ന് ചോദിക്കുമ്പോഴാണ് അവർക്കൊരു സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോൾ അവർ സുഖം പ്രാപിച്ചു വരുമ്പോഴും അവരെന്തിനാ മനസ്സിലോർക്കും, ഞാൻ വയ്യാതെ കിടന്നപ്പോൾ ഇന്ന ആളുകളൊക്കെ എൻ്റെ അരികിൽ വന്നിരുന്നു എന്ന്. അല്ലാതെ സുഖമില്ലാതെ കിടക്കുമ്പോൾ അവരെ ആരും അന്വേഷിക്കത്തില്ല, അവരെ തിരിഞ്ഞും നോക്കത്തില്ല, തിരുവഴിയും നോക്കത്തില്ല. എന്നിട്ട് മറ്റുള്ളവരുടെ കണ്ണിൽ ഞാൻ വളരെ നല്ല ആളാണെന്ന് അറിയിപ്പിക്കാൻ വേണ്ടി ഈ സുഖമില്ലാതെ കിടക്കുന്ന ആളിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് വേറെ ആളുകളുടെ അടുക്കലാണ് ചെല്ലുന്നത്. അങ്ങനെയല്ല മുത്തേ. ഇപ്പോൾ രാജു തന്നെ ഒന്ന് വയ്യാണ്ട് സുഖമില്ലാതെ കിടക്കുകയെന്ന് കരുതുക. അപ്പോൾ രാജുവിൻ്റെ അടുത്തല്ലേ നമ്മൾ വരേണ്ടത്? സുഖമില്ലാതെ കിടക്കുന്ന ആളിൻ്റെ അടുത്താണ് വരേണ്ടത്. മനസ്സിലായോ മുത്തേ? ഇതൊക്കെ ഓരോ അറിവുകളാണ്, ഒരു തിരിച്ചറിവുകളാണ് ഞാൻ തരുന്നത്. അപ്പോൾ രാജു സുഖമൊക്കെ പ്രാപിച്ചു വരുമ്പോൾ രാജുവിന് തന്നെ തോന്നൂലേ, ഞാൻ സുഖമില്ലാതെ കിടന്നപ്പോൾ ആരും വന്നില്ല, എന്നിട്ട് എന്നെപ്പറ്റി ചോദിക്കാൻ വേറെ ആളുകളുടെ അടുക്കൽ പോയി എന്ന് തോന്നൂലേ? ഉള്ള പറയുമ്പോൾ എനിക്കങ്ങനെ തോന്നും. ഞാൻ ഇപ്പോൾ വയ്യാണ്ടെങ്ങനെ കിടക്കുവാണെങ്കിൽ എൻ്റെ സുഖവിവരം അറിയാനായിട്ട് എൻ്റെ അടുക്കൽ വരാതെ ആരുടെയോ ഒക്കെ അടുക്കൽ ചെന്ന് വലിയ ആൾ കളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിൽ കരുതും, ചേട്ടാ ഞാനിവിടെ വീണ് കിടന്നിട്ട് എന്നോട് വന്ന് ചോദിക്കാതെ
യാതൊരു അസുഖവും ഇല്ലാത്തവരുടെയൊക്കെ അടുത്ത് പോയി വലിയ ദയവ് കാട്ടി സംസാരിക്കുന്നു. അതെന്തിനാ എന്ന് ഞാൻ ചിന്തിക്കും. എൻ്റെ ചിന്തയാണ് ഞാൻ പറഞ്ഞത്. രാഹുൽ മലപ്പുറം. രാഹുൽ മലപ്പുറം എന്ന് പറഞ്ഞ പിശാചേ, നിനക്കൊരു രോഗം വന്ന് നീ കിടക്കട്ടെ. അപ്പം നിന്നെ ആരും നോക്കാനും കാണാനും ആരും വരാതിരിക്കട്ടെ. അപ്പോൾ നിനക്ക് ഞാൻ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാകും കേട്ടോ. നിനക്ക് സുഖമില്ലാതെ കിടക്കട്ടെ. ഇത് ശാപവും പ്രാക്കും ഒന്നുമല്ല, യാഥാർത്ഥ്യമാണ് പറയുന്നത്. അപ്പോൾ നീ കണ്ണുനീര് കുടിക്കും. നിനക്കൊരു രോഗം വന്ന് കിടക്കുമ്പോൾ തളർന്ന് കിടക്കുന്നതാണ്. നിന്നെ ആരും നോക്കാനും കാണാനും ഒന്നും വരാതെ കിടക്കുമ്പോഴേ നീ അപ്പോൾ കണ്ണുനീര് കുടിക്കും. അപ്പോൾ നിനക്ക് മനസ്സിലാകും ഞാൻ പറയുന്നതൊക്കെ ശരിയാണെന്ന് കേട്ടോ. അതുവരെ നീ വെയിറ്റ് ചെയ്യും. ഉടനെ തന്നെ നിനക്കുണ്ട്. രാഹുൽ മലപ്പുറം, ഞാൻ പറയുന്നതൊന്നും ശാപവാക്കുകളല്ല, സത്യമായ കാര്യങ്ങളാണ്. പ്രാക്കുമല്ല ശാപവാക്കുമല്ല ഈ പറയുന്നതൊക്കെ. സത്യങ്ങളാണ് ഞാൻ വിളിച്ചു പറയുന്നത്, യാഥാർത്ഥ്യങ്ങളാണ് പറയുന്നത്. നിനക്ക് നല്ല അസുഖം വരട്ടെ, നിനക്ക് സുഖമില്ലാതെ വരട്ടെ. സുഖമില്ലാതെ നീ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലും സുഖമില്ലാത്ത അവസ്ഥ നിനക്ക് വരട്ടെ. അപ്പം നിന്നെ കാണാൻ നിന്റെ കൂട്ടുകാർ പോലും നിന്നെ തിരിഞ്ഞു നോക്കാതെ വരും. അപ്പോഴാണ് നാഗാസൈലന്റ് പറഞ്ഞ ഓരോ കാര്യങ്ങളും നീ ഓർക്കുന്നത്. അപ്പം നീ ഓർക്കും, ശരിയാ അവര് പറഞ്ഞത്. സുഖമില്ലാതെ കിടക്കുന്ന ആളെ കാണാനല്ലേ ചെല്ലേണ്ടത്. അവരുടെ അടുക്കൽ പോയി ചെന്നിരുന്ന് അവർക്ക് സന്തോഷം വരുന്ന എന്തെങ്കിലും വാക്കുകളല്ലേ നമ്മൾ പറയേണ്ടത് എന്നൊക്കെ നീ ഓർക്കും കേട്ടോ. നീ വിഷമിക്കേണ്ട, എനിക്ക് ഉടനെ തന്നെ വരും. ഞാനൊന്ന് പറഞ്ഞാൽ മതി, അതിനൊരു മാറ്റമില്ല. ഞാൻ പറയുന്നതൊക്കെ അതുപോലെ തന്നെ ഫലിക്കും. ഞാൻ ക്ഷേത്രത്തിലിരുന്നാ പറയുന്നത്. ഈ ദേവിക്ക് ശക്തി ഉള്ള ദേവിയാണ്, ശക്തിയുള്ള ദേവിയാണ്, ജീവനുള്ള ദേവിയാണ്. ശക്തിയുള്ള ദേവിയും ജീവനുള്ള ദേവിയാണ്. ഇവിടെ ആര് വന്ന് പ്രാർത്ഥിച്ചാലും അവർക്ക് അതിൻ്റെയൊക്കെ നന്മ കിട്ടും. കുറെ ആളുകൾ എന്നോട് പറഞ്ഞു, നീ ഇപ്പൊ ഈ ചിരിക്കുന്നതുണ്ടല്ലോ, നീ ഇപ്പൊ കണ്ണുനീര് കൊണ്ട് ചിരിക്കുകയെന്നറിയാം. നീ കരയുന്നുണ്ട്, കരഞ്ഞു ചിരിക്കുക നീ, ഉള്ളിൽ സങ്കടപ്പെട്ട് ചിരിക്കുക നീ. മനസ്സിലായോ? നീ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കർ ഇട്ടേക്കുന്നില്ലേ, അപ്പുറം എന്തുവാ കാണിക്കുന്നത്? കണ്ണുനീര്. നീ കരയുകയും ചിരിക്കുകയും കൂടെ ഇപ്പൊ ചെയ്യുന്നത്, രണ്ടും കൂടെ ചെയ്യുന്നത്. കാരണം നിനക്ക് ഉള്ളിൽ കരച്ചിൽ വരുന്നുണ്ട്, എന്നാൽ നീ ചിരിച്ചു മറക്കുവാണ് ചെയ്യുന്നത്. അതിന്റെ ആ സൂചനയാണ് ഇത്. രാഹുൽ മലപ്പുറം, നിനക്ക് നല്ല കണ്ണുനീര് വരുന്നുണ്ട്, ഉള്ളിൽ നീ കരയുകയാണ്. പക്ഷെ നീ അത് ചിരിച്ചു കാണിക്കും എല്ലാവരുടെ മുന്നില്. നീ വലിയ ക്യാമറാന്ന് അറിയിപ്പിക്ക. അതൊക്കെ എനിക്കറിയാം. ഇങ്ങനെ കുറെ ആളുകള് എൻ്റെ അടുക്കൽ വന്നിട്ട് കൂലിയും കിട്ടിയിട്ടുണ്ട് അവർക്കൊക്കെ. എപ്പോഴും നിന്റെ ജീവിതത്തിൽ കോമഡി ആയിരിക്കത്തില്ല, നിന്റെ ജീവിതത്തിൽ എപ്പോഴും ട്രാജഡി തന്നെ ആയിരിക്കും. മനസ്സിലായോ? നീ എന്ത് വിചാരിച്ച ജീവിതം എന്ന് വെച്ചാൽ കോമഡിയാണെന്നോ? അതൊരിക്കലും കോമഡിയല്ല. പലപ്പോഴും അതൊരു ഗൗരവം തന്നെയാണ്. അത് നിനക്ക് നല്ലവണ്ണം അസുഖം വരണം. നിന്നെക്കുറിച്ച് ആരെങ്കിലും നല്ലത് പറയുന്നുണ്ടോ? ഇല്ല. നിന്റെ സുഹൃത്തുക്കളെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തിയിട്ടേക്കല്ലേ. നീ മനസ്സിലാക്ക്, ഞാൻ നിന്റെ ഉള്ളു വായിച്ചാണ് ഇവിടെ പറയുന്നത്. നിന്റെ സുഹൃത്തുക്കളെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തിയിട്ടേക്കാണ്. എന്തുകൊണ്ടാണ്? നിന്റെ ഇതേ സ്വഭാവം കൊണ്ട്. നീ അവരെയൊക്കെ കളിയാക്കും.
കളിയാക്കുമ്പോൾ ആ സുഹൃത്തുക്കൾക്ക് നിന്നോട് ഇഷ്ടാവില്ല. മനസ്സിലായോ? നിന്റെയൊക്കെ സ്വഭാവം ഞാൻ നല്ലവണ്ണം പറയാം. നിന്നെ കുറിച്ച് ആരും നല്ലത് പറയുന്നില്ല. അല്ലെങ്കിൽ നീ ആരെങ്കിലും വിളിച്ചോണ്ട് വാ. നിന്റെ വീടിന്റെ അടുത്തുള്ള ഈ ലൈവില് നിന്റെ റിപ്ലൈയുടെ കീഴിൽ കൊണ്ടുവന്ന് ആരെങ്കിലും കൊണ്ടുവന്ന് കമന്റ് ഇടും നീ നല്ലതാണെന്ന് പറഞ്ഞോണ്ട്. പക്ഷെ ഒരിക്കലും നീ നല്ലതല്ല. ആരെങ്കിലും കൊണ്ടുവന്ന് കമന്റ് ഇടും. എന്താണ്? നിന്നോടൊപ്പം നിൽക്കാൻ വേണ്ടി. പക്ഷെ 1-2 ദിവസമൊക്കെ നിങ്ങൾ നല്ല കൂട്ടൊക്കെ ആവും. പക്ഷെ പിന്നീട് നിങ്ങളുടെ തനിക്കുണം നിങ്ങൾ 2 കൂട്ടരും മനസ്സിലാക്കുമ്പോൾ നിന്നെ അവരൊക്കെ വിട്ടുപോകും. നീ അവരെയും വിടും, നിന്നെ അവരും വിടും. നിങ്ങളുടെ 2 പേരുടെ സ്വഭാവം നിങ്ങൾക്ക് ഒത്തൊരുമിച്ച് പോകാൻ കഴിയാത്തവണ്ണമായിത്തീരും. മനസ്സിലായോ? ഇതൊക്കെ എനിക്കറിയാം. ഞാൻ ഒറ്റയ്ക്ക്, എൻ്റെ ഒപ്പം ആരും വേണ്ട ദേവി. അതൊക്കെ നീ ചുമ്മാതെ പറയാണ്. നിന്റെ ഒപ്പം എല്ലാവരും വേണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ട്. നിന്റെ ഒപ്പം ആരും വേണ്ട എന്നുണ്ടെങ്കിൽ നീ എന്നെ കൊണ്ട് കൂടുതൽ പറഞ്ഞു പറയിപ്പിക്കരുത്. ഞാൻ നല്ലോണം ഒരു മനഃശാസ്ത്രജ്ഞനാണ്. നിന്റെ ഒപ്പം എല്ലാവരും വേണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ട്. നിന്റെ ഒപ്പം ആരും വേണ്ടെന്നുണ്ടെങ്കിൽ നീ ഇവിടെ കമന്റ് ഇടാൻ പോലും വരില്ല. കാരണം എന്നെ കൂട്ടുപിടിക്കാൻ പോലും വരില്ല. എൻ്റെ ലൈവ് നീ ആസ്വദിക്കാൻ വരില്ല. അപ്പൊ നിനക്ക് ആഗ്രഹമുണ്ട് നന്നായിട്ട് നിന്റെ കൂടെ ഒപ്പം ആള് വേണം അല്ലേ? നിനക്ക് ആരോടെങ്കിലും സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടല്ലേ നീ ഇവിടെ സംസാരിക്കാൻ വന്നത്? അതുകൊണ്ടല്ലേ വന്നത്? ഈ ലൈവിനകത്ത് നീ എന്തിനാണ് വന്നത്? നിനക്ക് ആരും വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ലൈവിലൊരു കമന്റ് ചെയ്യാൻ പോലും നിൽക്കത്തില്ല അല്ലേ? നീ സ്വയം ഒന്ന് ചോദിച്ചു നോക്ക്. നിനക്ക് ആരും വേണ്ട. ആരും വേണ്ടെന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും? ഈ ലൈവിൽ വന്ന് കമന്റ് ചെയ്യാൻ നിൽക്കുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ നിനക്ക് ആള് വേണം. നിനക്ക് ആളും പേരും വേണം. എന്നിട്ട് നീ ലൈവിലൂടെ ഇങ്ങനെ എഴുതി എന്നോട് മിണ്ടി ഇരിക്കുക. അത് ആള് വേണ്ടിയിട്ടല്ലേ? ഒരാള് നിനക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ എന്നോട് മിണ്ടി ഇരിക്കുന്ന? ഓരോ എഴുതി ഇട്ടിട്ടിരിക്കുന്ന. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ചിന്തിക്ക്, തിങ്ക്. ഞാൻ നല്ലവണ്ണം നല്ല സൈക്കോളജിസ്റ്റാണ്. നിന്റെ ഒന്നും ഒരു കളികളും എന്നോട് എൻ്റെ അടുക്കൽ നടക്കത്തില്ല. ആരെങ്കിലും ലൈവ് ഇടുകയാണെങ്കിൽ വന്ന് എന്തിനാണ് ആളുകൾ വന്ന് അതിൻ്റെ അടിയിൽ എന്ന് എഴുതിയിടുന്നത്? അവർക്ക് ആളും പേരും ഒക്കെ വേണം. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ വീഡിയോസൊക്കെ പലരും അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തിനാണ് ആളുകൾ അവിടെ വന്ന് നെഗറ്റീവും പോസിറ്റീവും വന്ന് എഴുതുന്നത്? അവർക്കതൊരു രസമാണ്. ആളും പേരും വേണം. ആൾക്കൂട്ടത്തിനിടയിൽ തന്നെ ശ്രദ്ധിക്കണം, ആളുകൾ ശ്രദ്ധിക്കണം, ആളുകൾ അംഗീകരിക്കണം എന്നൊക്കെയുള്ള പിന്നെ ഒരാഗ്രഹം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അത് നിനക്കും ഉണ്ട്. ഞാനത് തുറന്നു പറയുന്നു. അത് കുറ്റമൊന്നുമല്ല. നിന്റെ ഈ ആഗ്രഹം ഒരു കുറ്റമൊന്നുമല്ല. എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അത് നല്ല കാര്യമാണ്. ആളും പേരും വേണം, കൂട്ടുകാരത്തിൽ വേണം. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. എനിക്ക് കൂട്ടുകാർ വേണമെന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് കൂട്ടുകാർ വേണ്ടുന്നത്. എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്. നീ പറയും നിനക്ക് വേണ്ടാന്ന്. നിനക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ എൻ്റെ ലൈവിൽ കയറി ഇങ്ങനെ വന്ന് കമന്റ് ഇടാൻ നിൽക്കുമോ? ഇതൊക്കെ സിമ്പിൾ കാര്യമുള്ളൂ. ഞാൻ പറയുന്നതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. മനസ്സിലായോ? എൻ്റെ ലൈവിൽ നീ കമന്റ് ഇട്ടോളൂ, എനിക്ക് കുഴപ്പമില്ല. നിനക്ക് ആളും പേരും വേണമെന്നൊക്കെ എനിക്കറിയാം. നീ തന്നെ നിനക്ക് പറ്റില്ലെന്നും അറിയാം. മനസ്സിലായോ? നിനക്ക് ആളിനെയും പേരിനെയും വേണം, കൂട്ടുകാർ വേണം, ഒക്കെ എനിക്കറിയാം.
അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് കമൻ്റ് ഇടാൻ വന്നിട്ട് വയ്ക്കുമോ? അതൊന്നൊരു കുറ്റമൊന്നുമല്ല. എല്ലാവർക്കും കൂട്ടുകാർ വേണം. അതുകൊണ്ടാണ് പലരും എൻ്റെ വാട്സപ്പിനകത്ത് കൂട്ട് തേടി വരുന്നത്. ഒരുപാട് പേര് എൻ്റെ വാട്സാപ്പിൽ കൂട്ട് തേടി വരുന്നുണ്ട്. ഞാൻ അതിലെ നല്ല സൗഹൃദങ്ങളെല്ലാം ഞാൻ എൻ്റേതാക്കി മാറ്റും. ഒറ്റയ്ക്ക് മതിയെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നീ ഇവിടെ ലൈവിനകത്ത് വന്നിങ്ങനെ കമൻ്റ് ഇട്ട് നിൽക്കുന്നത്? നീ വീണ്ടും കമൻ്റ് ഇട്ട് നിൽക്കുകയല്ലേ? എന്നോട് എന്തിനാണ് കൂട്ടുകൂടാൻ വരുന്നത്? നിന്റെ കൂട്ട് എനിക്ക് ആവശ്യമില്ലല്ലോ. പക്ഷെ നീ ഇവിടെ കമൻ്റ് ഇട്ട് നിൽക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീ കമൻ്റ് ഇട്ട് നിന്നോളൂ എന്ന് പറഞ്ഞത്. നിന്റെ കൂട്ട് എനിക്ക് ആവശ്യമില്ല, പക്ഷേ എൻ്റെ കൂട്ട് നിനക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് നീ ഇവിടെ കമൻ്റ് ഇട്ട് നിൽക്കുമ്പോൾ ഞാൻ പിന്നെ എന്താ പറയണ്ടേ? അപ്പം ഞാൻ പറയും നീ അവിടെ കമൻ്റ് ഇട്ടോളൂ, എന്നെ ബാധിക്കുന്നില്ല എന്ന് പറയുന്നത്. ദേവി എന്നെ അനുഗ്രഹിക്കൂ. മനാഫ്, എൻ്റെ ഫോൺ എൻ്റെ നെറ്റ്. നിന്റെ ഫോണ് നിന്റെ നെറ്റാണെങ്കിൽ അത് നീ ഒരു സ്വന്തമായിട്ടൊരു പേജ് ഉണ്ടാക്കുക. എന്നിട്ട് നീ സ്വന്തമായിട്ടൊരു പേജ് ഉണ്ടാക്കിയിട്ട് സ്വന്തം ഐഡൻറ്റിറ്റി, സ്വന്തം അഡ്രസ്സിൽ നിനക്ക് എന്തുകൊണ്ട് നിന്റെ ഈ ഫേസ്ബുക്കിലൊരു ലൈവ് ഇടാൻ പറ്റുന്നില്ല? എങ്കിൽ ഞാൻ നിന്നെ അംഗീകരിക്കാം, സ്വന്തമായിട്ട് നിലപാടുള്ളൊരു ചെറുപ്പക്കാരനാണെന്ന്. നിന്റെ ഫോണിൽ നിന്റെ അക്കൗണ്ടിൽ നീ സ്വന്തമായിട്ടൊരു ഇടം ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ നിന്നെ അംഗീകരിക്കാം. ഇത് എൻ്റെ ഫോണ്, എൻ്റെ പേജ്. അവിടെ ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നവരെ മാത്രമേ ഞാൻ അംഗീകരിക്കുള്ളൂ. മനസ്സിലായോ? എൻ്റെ ഫോൺ, എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ഫോണ്, എൻ്റെ നെറ്റ്, എൻ്റെ അഭിപ്രായം. അപ്പോഴും ഞാൻ ആ വിഡ്ഢികളോട് പറയും, നിങ്ങളുടെ ഫോൺ, നിങ്ങളുടെ നെറ്റ്, നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ നെറ്റ്, നിങ്ങളുടെ അഭിപ്രായം. എന്തുകൊണ്ട് അത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി, ഒരു പേജ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ഇടമുണ്ടാക്കി, അവിടെ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നില്ല? നിങ്ങളുടെ അഭിപ്രായം എന്തുകൊണ്ട് അവിടെ പറയുന്നില്ല എന്ന് ഞാൻ പലരോടും ചോദിക്കുമ്പോൾ അപ്പോഴാണ് അവർക്ക് ബൾബ് കത്തുന്നത്. ശരിയാണല്ലോ എന്നാകെ പറയുന്നതെന്ന്. അപ്പോഴവർക്ക് ബൾബ് കത്തും. ഞാൻ ശരിക്കും അതൊക്കെ നല്ലതാണ് പറയുന്നത്, പക്ഷെ അവരതിൽ വിമർശനത്തോടു കൂടിയാണ് കാണുന്നത്. ഞാൻ അവരെ വഴക്കു പറയുന്നു അങ്ങനെയാണ് അവരൊക്കെ ചിന്തിച്ചെടുക്കുന്നത്. പക്ഷെ ഞാനത് അവർക്ക് നല്ലതാണ് പറയുന്നത്. അവർക്കൊരു നല്ലൊരു അഡ്രസ്സ് ഉണ്ടാകാൻ, അവർക്ക് നല്ലൊരു ഐഡൻറ്റിറ്റി ഉണ്ടാകാൻ, അവർ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത്. ആരാൻ്റെ ഇടത്തിൽ പോയി കേമത്തം കാണിക്കുകയല്ല വേണ്ടത്. മനസ്സിലായോ? നമ്മളെപ്പോഴും സ്വന്തമായിട്ട് നിൽക്കാനൊരിടം ഉണ്ടാക്കണം. സ്വന്തം ഐഡൻറ്റിറ്റി, സ്വന്തമായ ഒരു പേര്, സ്വന്തമായ ഒരു അഡ്രസ്സ്. നീ നിന്റെ സ്വന്തം കാലിലാണ് നിൽക്കുന്നത്. പക്ഷേ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ ലൈവിൽ വന്നാണ് നീ നിന്റെ അഭിപ്രായങ്ങളൊക്കെ എഴുതി വെക്കുന്നത്. അത് നീ ആദ്യം മനസ്സിലാക്കുക. നിന്റെ അഭിപ്രായങ്ങൾ നീ എവിടെയാണ് പറയേണ്ടത് മോനെ? നിനക്ക് സ്വന്തമായിട്ടൊരു പേജ് ഉണ്ടാക്കി, ഒരു അക്കൗണ്ട് ഉണ്ടാക്കി, അവിടെ നീ സ്വന്തം കാര്യങ്ങൾ പറ. ഞാനിത് പറഞ്ഞു കൊടുത്ത് ആളുകൾക്ക് ഇച്ചിരി ബൾബ് കത്തി. ബൾബ് മീൻസ് ചിന്തകൾക്ക് തെളിച്ചം വന്നപ്പോൾ അവരൊക്കെ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി, സ്വന്തമായിട്ട് ഫേസ്ബുക്ക് അക്കൗണ്ടിൽ അവരൊക്കെ വീഡിയോ ഇടാൻ തുടങ്ങി, ലൈവ് ഇടാൻ തുടങ്ങി. പലരും എന്നെ തൊഴുതു പറഞ്ഞ്, നാഗ പറഞ്ഞതുപോലെ ഞങ്ങൾ സ്വന്തം അഡ്രസ്സിലാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്ന്, സ്വന്തം അഭിപ്രായങ്ങൾ ഞങ്ങൾ അവിടെ പറയുന്നു എന്ന്. മനസ്സിലായോ? അങ്ങനെ വേണം. ആണുങ്ങളാകുമ്പോൾ അങ്ങനെയാണ്, ഇത്തിരി അന്തസ്സ് വേണം.
അവരൊക്കെ എന്നാ പറയാന്ന്, ഇപ്പൊ എന്നെ വന്ന് തൊഴുവാണ് എല്ലാരും. നാഗദേഷ്യത്തോടെയാണ് അതൊക്കെ പറയുന്നെങ്കിലും ഞങ്ങൾക്കിപ്പോൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയുള്ളൊരു പ്രാപ്തി വന്ന് സ്വന്തമായിട്ട് കാര്യങ്ങൾ പറയുവാൻ, ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് പങ്കുവെക്കാൻ, സത്യത്തിൽ നാഗയാണ് ഈ ഭൂമിയിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യം നേടിത്തന്ന ആളെന്നാണ് എല്ലാവരും ഇപ്പോൾ പറയുന്നത്. മനസ്സിലാവും. അതാണ് ഗുരു നാഗ സൈരന്ധ്രി ദേവി എന്ന് പറയുന്നത്. എന്നെപ്പോലെ ആരും നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും എന്താണ്, മറ്റുള്ളവരെ അവരവരുടെ അടിമകളാക്കി മാറ്റാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. അവരവരുടെ ചൊൽപ്പടിക്ക് ആൾക്കാരെ എല്ലാം ആക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ എല്ലാവർക്കും ശിക്ഷണം കൊടുത്തു. നിങ്ങൾ എൻ്റെ ഐഡന്റിറ്റി എൻ്റെ അക്കൗണ്ടിൽ വന്നല്ല കേമത്തം കാണിക്കേണ്ടത്. നിങ്ങൾ സ്വന്തമായിട്ടൊരു അക്കൗണ്ട് ഉണ്ടാക്കി അവിടെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ പറയുക എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ആൾക്കാരൊക്കെ ഇപ്പം അവരുടെ സ്വന്തം അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും കഥകളും കവിതകളും നൃത്തവും പാട്ടും ഒക്കെ സ്വന്തമായിട്ട് അക്കൗണ്ട് ഉണ്ടാക്കുക, അവിടെ ഇടുക. എന്നിട്ട് അവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഇത്രയും സ്വതന്ത്ര ചിന്താഗതിയും സ്വന്തമായിട്ട് ആളുകൾക്ക് സംസാരിക്കാനും ഒക്കെയും ഉള്ള ഒരു കഴിവും പ്രാപ്തിയൊക്കെ നേടിത്തന്നത്, അല്ലെങ്കിൽ അതിലേക്ക് നയിപ്പിച്ച ഒരു ഓർമ്മപ്പെടുത്തി തന്ന ഒരാൾ നാഗസൈരന്ധ്രിയാണെന്ന്. അതുവരെ മനുഷ്യർക്ക് അറിയില്ലായിരുന്നു. മനുഷ്യരൊക്കെ എന്താണ് കരുതിയത്, ഇതൊക്കെ അടിമകളാണ്. രമേശ് സോമരാജ്, മാങ്ങാത്തൊലി, നാഗ, പിന്നെ തൊഴുവ. ആദ്യം നല്ല പോലെ സംസാരിക്കും സഹോദരി. എടാ, നിനക്ക് നല്ലോണം സംസാരിക്കാൻ അറിയാവോ? നിനക്ക് നന്നായി സംസാരിക്കാൻ അറിയില്ല. ആദ്യം നീ നിന്റെ കഴിവുകേടിനെ മനസ്സിലാക്കുക. പറഞ്ഞുതരാം. ഇന്നത്തെ ലൈഫ് മുഴുവൻ ഇതുപോലെ കഴിവുകെട്ട ആണുങ്ങളെ ഞാൻ ശിക്ഷണം കൊടുക്കുന്നതാണ്. രമേശ് സോമരാജ്, നിനക്കാദ്യം സംസാരിക്കാനുള്ള കഴിവില്ല. കഴിവുണ്ടായിരുന്നെങ്കിൽ നീ അറിയപ്പെടുന്ന ഒരാളായി മാറിയേനെ. എന്നെ നന്നാക്കാൻ ഇറങ്ങാതെ നീ സ്വയം സംസാരിച്ച് 4 പേരറിയുന്ന ഒരു രീതിയിലേക്ക് എത്തുമായിരുന്നു. അപ്പം നിനക്ക് അതിനുള്ള കഴിവില്ല. നീ അടങ്ങി ഒതുങ്ങി എൻ്റെ വാക്കുകൾ കേട്ട് പറ്റുമെങ്കിൽ അടിമയെപ്പോലെ ഇവിടെ നിൽക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നിന്നെയൊന്നും എനിക്ക് എൻ്റെ അടിമയാക്കാനൊന്നും ഇഷ്ടമല്ല. കാരണം ഇതുപോലെ ബുദ്ധി കെട്ടാനെയൊക്കെ എൻ്റെ അവിടെ അടിമയാക്കുന്നതിന് അടിമയ്ക്ക് ഒരു വിവരം വേണ്ടേ? ഏതിനെങ്കിലും നമ്മളൊന്ന് അടിമയായിട്ട് വെക്കുവാണെങ്കിൽ അതിന് ഇത്തിരി ബുദ്ധിയും ബോധവും വേണ്ടേ? ആ അടിമയ്ക്കെങ്കിലും ഒരു ബുദ്ധിയും ബോധവും വേണം. ഇത്രയെങ്കിലും ഒരു കഴിവില്ലാത്തവരെയൊക്കെ അടിമയായിട്ട് വെച്ചിട്ടും കാര്യമില്ല. രമേശ് സോമരാജ്, നിന്നെപ്പോലുള്ളതിനെയൊക്കെ എൻ്റെ അടിമയാക്കുവെന്നെങ്കിൽ പിന്നെ എൻ്റെ ജീവിതം അതോടുകൂടി കട്ടപ്പുകയാണ്. നമ്മളൊരു അടിമയെ വെക്കുവാണെങ്കിൽ അതോ ബിനീഷ് ചിരിക്കുന്നു. നമ്മളൊരാളെ അടിമയാക്കുമെന്നെങ്കിൽ ആ അടിമയ്ക്കെങ്കിലും ഒരു ബുദ്ധിയും ബോധവും കഴിവും എന്തെങ്കിലുമൊക്കെ വേണം. തലയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ വേണം. രമേശ് സോമരാജിനെ പോലുള്ളതിനെയൊക്കെ അടിമയാക്കുമെന്നെങ്കിൽ എൻ്റെ കാര്യം അതുപോലെ കട്ടപ്പുകയാകും. മനസ്സിലായോ? അത് സ്വന്തമായിട്ടൊരു ഇടം ഉണ്ടാക്കും. ഞാൻ നന്നായിരിക്കുക, നിന്റെ അടിമയാണ്. സത്യമായിട്ടും നീ എൻ്റെ അടിമ തന്നെയാ. നിന്റെ ദേഹം എങ്ങാണ്ടിരിക്കുവാണെന്നേ ഉള്ളൂ. മൈൻഡ് കൊണ്ട് നീ ഇപ്പൊ എൻ്റെ അടിമയാണ് അല്ലെന്ന് പറയാവോ? കാരണം നീ ഇങ്ങനെ തർക്കിച്ച് നിൽക്കുമ്പോഴേ നീ എൻ്റെ അടിമ തന്നെയാണ്. മനസ്സിലായോ? സുനിത ലിജോ, നാഗമ്മ ഇഷ്ടം. നമസ്കാരം മോളെ. രാഹുൽ മലപ്പുറം, ചേച്ചി ഒരുപാട് ഇഷ്ടമാണ്. രാഹുലെ, എന്നെ നിനക്ക് ഇഷ്ടമായി. ഇത്രയും നേരം ലൈവിലൂടെ ഇങ്ങനെ പറഞ്ഞ് രാഹുലിന് എന്തൊക്കെയോ തലയ്ക്ക് ഇത്തിരി വെളിവ് കിട്ടി. രാഹുൽ ഇപ്പൊ പറയുന്നത് എന്നെ ഇഷ്ടമാണെന്ന്. ശരി മോനെ, നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഞാനൊരു ഉപദ്രവകാരിയല്ല.
നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാനൊക്കെ ഉള്ള ഇടം, സ്വതന്ത്രമായൊരിടം ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്, എൻ്റെ ചേച്ചി. പക്ഷെ വേറെ ആരും നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളെ തുറന്ന് സംസാരിപ്പിക്കാനായിട്ട് ഒരു ഇടം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അശ്വതി സന്ദീപ് ടീച്ചർ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ എന്താണെന്ന്? BEd ആണോ? എന്ത്? അത് ക്രെഡിറ്റായി എടുക്കരുതെന്ന് രാഹുൽ മലപ്പുറം പറഞ്ഞത് ക്രെഡിറ്റായിട്ട് എടുക്കരുതെന്നോ? തീർച്ചയായിട്ടും ഞാനത് ക്രെഡിറ്റായിട്ട് തന്നെ എടുക്കും. കാരണം നിങ്ങൾ തന്നെയല്ലേ അവിടെ എഴുതിയിട്ടത്. ഞാനത് ക്രെഡിറ്റായിട്ട് നല്ല കാര്യങ്ങളെ ഞാനിങ്ങ് എടുക്കും. നിങ്ങളെപ്പോലെയല്ലേ ഞാൻ. ആരെന്ത് പറഞ്ഞാലും എനിക്ക് രസം വരുന്ന കാര്യങ്ങളെ, എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളെ ഞാൻ എടുക്കും. നിങ്ങളെപ്പോലെ വിഡ്ഢിയല്ല ഞാൻ. രാഹുൽ ഇപ്പോൾ പറഞ്ഞ ചേച്ചി എന്താ പറഞ്ഞത് അവിടെ? ചേച്ചി ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ. എന്നിട്ട് പറഞ്ഞാൽ അത് ക്രെഡിറ്റായിട്ട് എടുക്കരുതെന്ന്. ഞാനത് ക്രെഡിറ്റായിട്ട് എടുക്കും. മനസ്സിലായോ? അവരെന്താ പറയുന്നത്? ടീച്ചറാണെന്ന് അങ്ങനെ എടുക്കാവൂ. അതിന് മുമ്പ് ഒരു പെൺകുട്ടി വന്നത് ടീച്ചറായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. BEd ആണോ? എൻ്റെ പൊന്നു മക്കളെ, ഞാൻ BEd ഒന്നുമല്ല. ഇവിടെ കുട്ടികൾ പഠിക്കാൻ വന്നിട്ടുണ്ട്. കുഞ്ഞു കുട്ടികളെയും തൊട്ട് മുതിർന്നവരെ വരെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ആത്മീയ പഠനമുണ്ട്, സൈക്കോളജി പഠനമുണ്ട്, മെൻ്റലിസം ഉണ്ട്, ചിത്രരചനയുണ്ട്, ശില്പനിർമ്മാണമുണ്ട്, ഒക്കെയും ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ പഠിപ്പിക്കുകയല്ല. ഇപ്പം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പഠിപ്പിക്കാൻ എനിക്കിപ്പം പറ്റില്ല. അതിനുവേണ്ടി ഞാൻ സമയം നീക്കി വയ്ക്കുന്നില്ല. ഇപ്പം പഠിപ്പിക്കുകയല്ല, എല്ലാം ഓർമ്മപ്പെടുത്തലുകളാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്. അതായത് നിങ്ങൾ കഴിവതും സ്വന്തം ഐഡൻറ്റിറ്റിയിൽ ജീവിക്കുക. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളവരാണ് എന്നൊക്കെ ഓർമ്മപ്പെടുത്തലുകളാണ്. അത് പഠിപ്പീരല്ല, പഠനമല്ല ഇത്. നമ്മുടെ അഭിപ്രായങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ പോയി ചെന്ന് ഖണ്ഡിക്കാതെ നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ അഭിപ്രായങ്ങൾ പറയാൻ ശീലിക്കാൻ, നമ്മുടെ ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, സ്വപ്നങ്ങൾ ഒക്കെയും പറയുവാൻ നമ്മളൊരു പ്ലാറ്റ്ഫോം സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അതൊക്കെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. മനസ്സിലായോ? ഒരു സംശയം ദേവി, ഈ പഠിച്ചവരൊക്കെ ഇപ്പോൾ ഊളംപാറയിലാണോ അതോ നോർമൽ ലൈഫിലാണോ എന്ന് ചോദിക്കുന്നു. നിനക്ക് എവിടെയാണോ താല്പര്യം എന്ന് വെച്ചാൽ നീ അവിടെ പോവുക. രാഹുൽ മലപ്പുറം, നിനക്ക് ഊളംപാറയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നീ അവിടേക്ക് പോവുക. അവിടെ പോയി നീ ചെന്ന് നോക്കണം. കാരണം നിനക്ക് അവിടെയല്ലേ താല്പര്യം കൂടുതൽ. അപ്പോൾ നിന്റെ താല്പര്യം എവിടെയാണോ, നിനക്ക് തോന്നുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പോയി നോക്കുക. അത് എന്നോടല്ല ചോദിക്കേണ്ടത്. എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരം തരാനാ? നിനക്കാണ് അറിയാനുള്ള ജിജ്ഞാസ, എനിക്കല്ല. മനസ്സിലാക്കണം. അപ്പോൾ രാഹുലിനാണ് അത് അറിയാനുള്ള ജിജ്ഞാസ. ആർക്കാണ്? ഞാൻ പഠിപ്പിച്ചവരൊക്കെ ഊളംപാറയിലാണോ നോർമൽ ലൈഫിലാണോ എന്നറിയാനുള്ള ജിജ്ഞാസ ആർക്കാണ് ഉണ്ടായത്? എനിക്കാണോ രാഹുലിനാണോ ഉണ്ടായത്? എനിക്കങ്ങനെയൊന്നും അറിയേ വേണ്ട. കാരണം എൻ്റെ അടുക്കൽ വന്ന് പഠിച്ചിട്ട് കുട്ടികൾ പോകുന്നു, ഇപ്പോഴും വരുന്നുണ്ട്. ഇപ്പോഴും വന്ന് കുട്ടികൾ പഠിക്കുന്നു, വലിയവർ പഠിക്കുന്നു.
ഇനി അവരൊക്കെ എവിടാണ് എന്നറിയാനായിട്ട് രാഹുൽ ഊളംപാറയിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഊളംപാറയിലേക്ക് പോകാം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് അവിടെയാണ് താല്പര്യം. അത് എൻ്റെ കുഴപ്പമല്ലല്ലോ. കാരണം നിങ്ങൾക്ക് അവിടെയാണ് കൂടുതൽ ഇഷ്ടം. നിങ്ങൾക്ക് അവിടേക്ക് പോകാനാണ് താല്പര്യം. കാരണം എന്താണ്? നിങ്ങളൊക്കെ തന്നെ ഭ്രാന്തന്മാർക്ക് എപ്പോഴും ഭ്രാന്ത് എവിടെയാണോ ഉള്ളത് അവിടേക്ക് പോകാനാണ് താല്പര്യം, അല്ലേ? അപ്പോൾ ഇനി വേറൊരു സത്യം ഞാൻ പറയട്ടെ. നിങ്ങൾ 3-4 പേര് ഇവിടെ കമന്റ് എഴുതി വെക്കുന്നുണ്ട്. എന്നാൽ ഇത്തിരി വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവർ ഇത് കേട്ട് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ എന്നെ കളിയാക്കുകയാണെന്ന്. പക്ഷേ ഇത് കേൾക്കുകയും കാണുന്നവർക്കും അറിയാം ശരിക്കും ഇതിനകത്തിൽ പൊട്ടരാവുന്നത് എന്നോട് തർക്കിക്കാൻ വരുന്ന നിങ്ങളാണെന്ന്. മനസ്സിലായോ? അതാണ് ഇതിൻ്റെ വലിയൊരു സത്യം. അവർക്കൊക്കെ മനസ്സിലാവും. നാഗയോട് സംസാരിക്കാൻ ചെന്നാൽ നാഗ എല്ലാത്തിനും ഇട്ട് ഇങ്ങനെ കറക്കാൻ വേണ്ടി ആര് ചെന്നാലും നാഗ അവരെ ഇട്ട് കറക്കുമെന്ന്. അപ്പോൾ ശരി, ഞാൻ വയ്ക്കുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം. അയ്യോ കണ്ണിന്